കണ്ടില്ലേ, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ട്രോളുകളും പോസ്റ്റുകളുമാണ്. ഇത്തവണ സമൂഹ മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പ് അംഗം പൊടി പൊടിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാ സ്ഥാനാർത്ഥികളും സൈബർ പോരിനായിട്ട് PR ടീമുകളെ സജ്ജമാക്കി കഴിഞ്ഞു. എതിരാളികളെ പഞ്ഞിക്കിടാനും ഇഷ്ടപ്പെട്ടവരെ വാഴ്ത്താനും നല്ല അടാർ ഐറ്റങ്ങളാണ് അണിയറയിൽ പാകമാകുന്നത്. പക്ഷേ സൂക്ഷിക്കുക, പ്രചരണം അതിരുവിട്ടാൽ പിടിവീഴും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജാഗ്രതാ നിർദ്ദേശവും വന്നു കഴിഞ്ഞു. വ്യാജ വാർത്തകളെ സൂക്ഷിക്കുക, അപകീർത്തികരമായ പ്രചരണങ്ങൾ ഒഴിവാക്കുക. ഇക്കാര്യങ്ങളിൽ കർശന നടപടിയെടുക്കാൻ കമ്മീഷൻ സൈബർ പോലീസിന് നിർദ്ദേശവും നൽകി. ജില്ലകളിലും മേഖലകളിലും പോലീസ് ആസ്ഥാനത്തുമായി ഏതാണ്ട് 80ഓളം പോലീസുകാരാണ് സൈബർ പട്രോളിംഗ് നടത്തുന്നത്. 24 മണിക്കൂറും സമൂഹമാധ്യമങ്ങൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇതുവരെ അപകീർത്തികരമായ തെരഞ്ഞെടുപ്പ് ട്രോളുകളും പോസ്റ്റുകളുമായി 34 കണ്ടന്റുകൾ പോലീസ് നീക്കം ചെയ്തു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ IPC 171A മുതൽ I വരെയുള്ള വകുപ്പുകളും ബാധകമാകും. സാധാരണ അപകീർത്തി കേസായി പരിഗണിക്കുന്ന നടപടികൾ ഇതോടെ ക്രിമിനൽ കുറ്റകൃത്യമാകും. അതായത് സ്ഥാനാർത്ഥികൾക്കെതിരെ തെളിവില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കുറ്റകരമാണ്. ഇതടക്കം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളെല്ലാം ക്രിമിനൽ നടപടിയുടെ പരിധിയിൽ വരും. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുന്നവരുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ സൈബർ തട്ടിപ്പ് ലക്ഷ്യമിട്ട് രംഗത്ത് വന്നവർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ സൗജന്യമായി ഫോൺ റീചാർജ് ചെയ്തു തരും എന്ന പ്രചരണമാണ് സജീവമായി നടക്കുന്നത്. ഇതിന്റെ ലിങ്കുകൾ പ്രചരിക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഫോൺ നമ്പർ ആവശ്യപ്പെടും. ലിങ്ക് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യാനും നിർദ്ദേശമുണ്ട്. ഫലത്തിൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ മുഴുവൻ കാണാമറയത്തെ തട്ടിപ്പുകാർ തട്ടിയെടുക്കും. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. മത്സരം മുറുകുന്നതോടെ സൈബർ പോരും കടുക്കും. പോലീസ് കൂടി ഇടപെടുന്നതോടെ സംഗതി ജോറാകും. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.